എന്താ ഉണ്ടേ? ഒന്നും അറിയില്ല സർ. കുറച്ചുപേര് ജീപ്പിൽ വന്ന് പെട്ടെന്ന് അടിക്കായിരുന്നു. എനിക്കറിയാം സർ. ആരാണ്? പറയൂ. കല്ലൂക്കാരൻ കുട്ടപ്പായുടെ അനിയൻ സ്റ്റാൻലി. തമ്മിലടിച്ച് ചാവാൻ നടക്കുന്നവന്മാരൊക്കെ അടിച്ച് ചാവട്ടടി. അതിന് നീ എന്തിനാ അവനെതിരെ പോലീസ് പറയാൻ പോയത്? പോലീസുകാർ വന്ന് എത്ര ചോദിച്ചിട്ടും ഹോട്ടലുകാർ പോലും സ്റ്റാൻലിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതൊക്കെ കണ്ടപ്പോ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. ഇവള് ചെയ്തത് എന്താ ശരി? തെറ്റെവിടെ കണ്ടാലും അത് തുറന്നു പറയണം. എന്നാലേ ഇവള് കറിയാച്ചന്റെ മകളാവൂ. അത് മനസ്സിലായോ അന്നാമ്മേ? അയ്യോ, ഒരു തെറ്റും ശരിയും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ബേബിച്ചനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആ തെറ്റും ശരിയും ആരാ തീരുമാനിക്കുന്നത്? എടീ, ഇട്ടുമൂടാനുള്ള സ്വത്ത് തരാമെന്ന് പറഞ്ഞ് വിളക്കുമാടം കുരിയച്ചന്റെ ഒറ്റ മകളെ പെണ്ണും കണ്ട് സമുദ്രം മൂളിപ്പോന്ന അവൻ എന്റെ മുഖത്തെ കരിവാരി തേച്ചില്ലേ? ആണുങ്ങളെ പോലെ അവൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു. പണത്തിന്റെ പുറകെ പായുന്നതല്ല ഈ കറിയാച്ചൻ. എനിക്ക് അഭിമാനമാണ് വലുത്. അഭിമാനം. മനസ്സിലായോ നിനക്ക്? ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് കരുതി നീ വിഷമിക്കണ്ടടാ. ലോക്കപ്പിലും ജയിലിലും കിടന്നിട്ടുള്ളവരാ ഇവിടെ മഹാന്മാരായിട്ടുള്ളത്. എന്താണാവോ? ഞാനിവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കുന്ന അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് പോന്നോളൂ. ഇരിക്കൂ. ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. അയാളെ ഇറക്കിവിട്ടേക്ക്. എടോ ഭാസ്കരൻ നായരെ, കല്ലൂക്കാരൻ കുട്ടപ്പായി അനിയന്മാരെ ആദ്യമായി സ്റ്റേഷനിൽ കണ്ടപ്പോ തനിക്ക് അത്ഭുതമല്ലേ? സാരമില്ല, ഞങ്ങൾ ഇനി തുടർച്ചയായി ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കും. ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് വാലാട്ടി പക്ഷിയെ പോലെ സ്വയം ഇരുന്ന് കുലുങ്ങുമ്പോ ഈ രാജ്യം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതണ്ട. ഈ തൊപ്പി തെറിക്കുമ്പോ ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന് കാലിച്ചാക്കിന്റെ വില പോലും ഉണ്ടാവില്ല. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ. കവലപ്രസംഗമൊക്കെ അങ്ങ് വെളിയിലും. ഓ വാടാ. ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നപ്പോ ഒന്ന് ചൊട്ടിയതുപോലെ വല്ല തട്ടോ മുട്ടോ കിട്ടിയോ? കല്ലൂക്കാരന്റെ രോമം കണ്ടാ പറയ്ക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? നമുക്ക് നാണിക്കടല്ലേ? അധികം വിളമ്പാതെ ഒന്ന് വണ്ടി എടുക്കടാ. കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂമല്ലേ അവിടെ. എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ രേഖക്കൊച്ചു വിളിച്ചു പറയുക, കുട്ടപ്പായിയുടെ അനിയനാ ജെയിംസിനെ അടിച്ച് ഒതുക്കിയതെന്ന്. നമ്മുടെ അനിത മോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിൻഗോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്ന് മിണ്ടാതിരിട. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ?
നാട്ടുകാർ പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവ് കൊടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. എടാ വായടയ്ക്കാൻ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. രേഖ കൊച്ചിന്റെ കാറ്. ഇറങ്ങടി, ഇറങ്ങാൻ. കല്ലൂർക്കാരൻ സ്റ്റാലിനെതിരെ പോലീസിൽ മൊഴി കൊടുക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടല്ലേടി? നിന്നെ ഞാൻ പരസ്യമായി അവമാനിക്കാൻ പോവാ. നിനക്ക് ആരെങ്കിലും മൊഴി കൊടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ. വേണ്ട വിട്ടേക്ക്. കാച്ചിനെ പള്ളിക്കാരൻ അറിഞ്ഞാ എന്റെ ശരീരശാസ്ത്രം ഭൂമിശാസ്ത്രമാവും. നിന്നെ ഞാൻ വിടില്ല. അവളെ സമാധാനിപ്പിക്കേണ്ട പകരം അമ്മച്ചിയും കൂടി ഇങ്ങനെ കരഞ്ഞാലോ? നിനക്കൊക്കെ അങ്ങനെ പറയാ. എന്റെ കുഞ്ഞിന്റെ മനസ്സറിയാൻ പെറ്റ തള്ളയായ എനിക്ക് മാത്രമേ കഴിയത്തുള്ളടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ കണക്ക് ഞാൻ ശരിക്കും തീർത്തിട്ടുമുണ്ട്. തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടാ. ഇല്ലെങ്കിൽ ആ കഴിവരുടെ കൈ ഞാൻ വെട്ടിയാനെ. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞു. 10-20 കൊല്ലത്തിന് മുമ്പ് കുട്ടപ്പായുടെ തല വെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. അന്ന് ഇവൾ തടസ്സം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കാൻ അവന്റെ അനിയന്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. അന്ന് എന്റെ പെങ്ങൾ സൂസന്ന, ഇന്നെന്റെ മോളും. ഒന്നും മറക്കാൻ കഴിയുന്നില്ലടാ. അപ്പച്ചന് എന്നാ പറ്റി? ഞാൻ കൊടുത്ത പോരെങ്കിൽ കോച്ചിനോട് വന്നോട്ടെ. അവന്റെ നിയമം കൂടെ നോക്കാലോ. ശരിയാ, നിങ്ങൾ ആരും ഇനി പൊല്ലാപ്പിനൊന്നും പോകണ്ട. അവനൂടെ വന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ലടി. കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ തന്നെ കല്ലുക്കാരന്മാരുടെ അന്തകൻ. എടാ, നീ രേഖയെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്ക്. തൽക്കാലം എല്ലാം തണക്കട്ടെ. നീ എന്തിനാ ഇഷ്ടരീതി പോടിപ്പോന്നേ? ആ മുസ്തഫ എന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ വിവരം പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടന്റെ തല എറിയാൻ മേലായിരുന്നോ സണ്ണിച്ചായ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാ. ഓ, അവനും വന്നല്ലോ. ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്നും നിൽക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ? അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ആ